Good morning students. Next നമ്മൾ നോക്കാൻ പോകുന്നത് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിനെ കുറിച്ചാണ്. പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? It may be defined as any commercial or industrial undertaking owned and managed by the government with a view to maximize social welfare and uphold public interest. പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗവൺമെന്റിന്റെ കൺട്രോളിൽ ഉണ്ടാവുന്ന ഒരു എന്താ പറയുക, അത് ഓൺ ചെയ്യുന്നതും അതിനെ കൺട്രോൾ ചെയ്യുന്നതും ആരായിരിക്കും? ഗവൺമെൻറ് ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അവരൊരു മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമൈസ് സോഷ്യൽ വെൽഫെയർ മാക്സിമൈസ് ചെയ്യുകയും അതേപോലെ തന്നെ എന്താണ്, ഒരു പബ്ലിക് ഇൻട്രസ്റ്റിനെ അപ്ഹോൾഡ് ചെയ്യുക എന്നതായിരിക്കും അവരൊരു മോട്ടീവ് എന്ന് പറയുന്നത്. അത്തരം ഒരു എന്താ പറയുക എൻ്റർപ്രൈസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്. പബ്ലിക് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഗവൺമെൻറ്റായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ്. ഓക്കെ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ്? ഗവൺമെൻറ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. നമ്മൾ പറഞ്ഞല്ലോ, ഗവൺമെൻറ് ആയിരിക്കും അതിനെ ഓൺ ചെയ്യുന്നതും അതിനെ മാനേജ് ചെയ്യുന്നതും. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ ഫൈനാൻസ്ഡ് ഫ്രം ഗവൺമെൻറ് ഫണ്ട്. അതിൽ ഫണ്ട് എങ്ങനെയാണ് വരുന്നത്? പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിന് ഫണ്ട് നമ്മൾ ഈ KSRTC ഒക്കെ അല്ലേ, KSRTC, KSEB അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താണ്? ഒരു പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആണ്. അപ്പോൾ അതിലേക്ക് ഫണ്ട് വരുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ, ഹെൽത്ത് സെൻറ്റേഴ്സ്, അങ്ങനെ കുറേ സംരംഭങ്ങളുണ്ട്. ഒക്കെ ഫണ്ട് വരുന്നത് എങ്ങനെയാണ്? ഗവൺമെൻറ് ഫണ്ട് ആയിരിക്കും. ദെൻ പബ്ലിക് വെൽഫെയർ അല്ലേ, ജനങ്ങളെ വെൽഫെയർ ആയിരിക്കും അതുകൊണ്ട് അവരെ മോട്ടീവ് എന്ന് പറയുന്നത് പബ്ലിക് വെൽഫെയർ ആണ്, അവരുടെ ഗ്രോത്ത് ആണ്. ദെൻ പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് ആയിരിക്കും അവർ യൂസ് ചെയ്യുക. പബ്ലിക് അക്കൗണ്ട് അല്ലേ, പബ്ലിക്കുമായിട്ടായിരിക്കും എപ്പോഴും അവർക്ക് എന്താ പറയുക അക്കൗണ്ടബിൾ ആയിട്ടിരിക്കുക പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്. അവരുടെ ലക്ഷ്യം പേഴ്സണൽ ഏർണിങ്സും പേഴ്സണൽ ഗ്രോത്തും അല്ല, പബ്ലിക്കിനെ ഡെവലപ്മെൻറ്റ് വെൽഫെയറും ആയിരിക്കും. അതാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഡിഫറൻസ് ഉണ്ട് പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും തമ്മിലുള്ള. എങ്ങനെയായിരിക്കും? നമ്മളിപ്പോൾ അറിയാലോ അതിൻ്റെ ഒബ്ജക്റ്റീവ്. പബ്ലിക് സെക്ടർ ആകുമ്പം അവരുടെ ഒബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞു പബ്ലിക് മോട്ടീവ് ആയിരിക്കും, പബ്ലിക്കിൻ്റെ വെൽഫെയർ ആയിരിക്കും. മറ്റേത് എന്തായിരിക്കും? പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും പ്രൈവറ്റ് സെക്ടർ. ദെൻ ഓണർഷിപ്പ് എങ്ങനെയായിരിക്കും? ഇൻഡിവിജ്വൽസ് ആയിരിക്കും പ്രൈവറ്റിൽ, മറ്റതിൽ ആരായിരിക്കും? ഗവൺമെൻറ് ആയിരിക്കും. മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾഡ് ബൈ ആരായിരിക്കും? ഒരു പേഴ്സണൽ മാനേജർ അല്ലെങ്കിൽ ഓണർ ആയിരിക്കും പ്രൈവറ്റ് സെക്ടറിൽ, മറ്റതിൽ ആരായിരിക്കും? ഗവൺമെൻറ് ആയിരിക്കാം. ക്യാപിറ്റൽ എങ്ങനെയായിരിക്കും? അവരെ ഷെയർസോ അവരെ ഓൺ കോൺട്രിബ്യൂഷൻ ഓഫ് ക്യാപിറ്റലോ ആയിരിക്കും എവിടെ ഉണ്ടാവുക? പ്രൈവറ്റ് സെക്ടറിൽ. വേറെ പബ്ലിക് സെക്ടറിൽ എങ്ങനെയായിരിക്കും? ഗവൺമെൻറ്റിൻ്റെ ഫണ്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ്. അതായത് എന്താണ്? ഒരു പബ്ലിക് എൻ്റർപ്രൈസസിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ്. എന്തൊക്കെ ഡിഫറെൻറ്റ് ഫോംസ് ആണുള്ളതെന്നാണ്. ഫസ്റ്റ് വൺ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സ് എന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ഇറ്റ് ഈസ് പ്രൈമർലി യൂസ്ഡ് ഫോർ പ്രൊവിഷൻ ഓഫ് എസെൻഷ്യൽ സർവീസസ് ആൻഡ് സച്ചസ്. അതായത് നമ്മൾ റെയിൽവേ, പോസ്റ്റൽ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സ് ആയിട്ട്, അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന അണ്ടർടേക്കിങ്സ്, റെയിൽവേസ്, പോസ്റ്റൽസ്, ബ്രോഡ്കാസ്റ്റിംഗ്, അങ്ങനെയുള്ള കമ്പനീസ് ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ് കമ്പനീസൊക്കെ, അതായത് LIC, അതേപോലെ തന്നെ എന്താണ് സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻസ്, അങ്ങനെയുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി മോട്ടീവിലേക്ക് വരുന്ന ഒരു കമ്പനീസാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. എക്സാമ്പിൾസ് ആണ് നമ്മൾ LIC എന്നൊക്കെ പറയുന്നത്. ദെൻ ഗവൺമെൻറ് കമ്പനീസ്. ഗവൺമെൻറ് കമ്പനീസിൽ എന്തൊക്കെയാണ് വരിക? ഗവൺമെൻറ് കമ്പനീസ്, അതായത് കമ്പനീസ് വിത്ത് 51% ഓർ മോർ ഓഫ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഈസ് ഹെൽഡ് ബൈ ദ ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു 51% ഷെയർസും ഹെൽഡ് ചെയ്യുന്ന ആരായിരിക്കും? ഗവൺമെൻറ് ആയിരിക്കും. ബാക്കി ഷെയർസ് ആയിരിക്കും അല്ലാത്തതിനുണ്ടാവുക. അത്തരം കമ്പനീസിനെയാണ് നമ്മൾ പറയുന്നത് ഗവൺമെൻറ് കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ 3 ടൈപ്സ് ഓഫ് കമ്പനീസ് ആണുള്ളത്. ഓക്കെ, ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? നെക്സ്റ്റ് വൺ നോക്കാൻ പോകുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സ്. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. അതിൻ്റെ എന്താണ് മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് കാര്യങ്ങൾ. ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സ് എന്ന് പറഞ്ഞാൽ 3 ടൈപ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് മെയിനായിട്ട് നമ്മൾ പറയുന്നത് പബ്ലിക് സെക്ടേഴ്സിൻ്റെ ടൈപ്സിൽ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സ്.
ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് എന്ന് പറഞ്ഞാൽ ആർ ദ ഓൾഡസ്റ്റ് എമംഗ് ദ പബ്ലിക് എന്റർപ്രൈസസ്. എ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് ഈസ് ഓർഗനൈസ്ഡ്, മാനേജ്ഡ് ആൻഡ് ഫൈനാൻസ്ഡ് ബൈ ദ ഗവൺമെന്റ്. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് പറഞ്ഞാൽ അത് ഓർഗനൈസ് ചെയ്യുന്നതും അതിനെ മാനേജ് ചെയ്യുന്നതും അതിനെ അതേപോലെ തന്നെ എന്താ ഫൈനാൻസ് അതിന് വേണ്ടിയുള്ള ഫണ്ട് ഇറക്കുന്നതും ആരായിരിക്കും? കംപ്ലീറ്റ്ലി ഗവൺമെന്റ് ആയിരിക്കും. അതാണ് നമ്മളെ റെയിൽവേസ് നമ്മൾ നേരത്തെ പറഞ്ഞത്, അതേപോലെ പോസ്റ്റ് ഓഫീസ് സർവീസസ്, അങ്ങനെയുള്ള സർവീസസ് ഒക്കെ വരുന്ന ഇതിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ്. അതിൻ്റെ മെറിറ്റ്സ് എന്താണ്? ഫുൾഫിൽമെൻറ്റ് ഓഫ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് അല്ലേ, കംപ്ലീറ്റ്ലി അതിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് പബ്ലിക്കിന് സോഷ്യലി ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതായിരിക്കും. ദെൻ റെസ്പോൺസിബിൾ ടു ലെജിസ്ലേച്ചർ ആയിട്ടുണ്ടായിരിക്കും. കൺട്രോൾ ഓവർ ഇക്കോണമിക് ആക്ടിവിറ്റീസ് അല്ലേ, എല്ലാ ഇക്കോണമിക് ആക്ടിവിറ്റീസും ഒരു കൺട്രോൾ ഉണ്ടായിരിക്കുക എന്നുള്ളതായിരിക്കും. ദെൻ കോൺട്രിബ്യൂഷൻ ടു ഗവൺമെൻറ് റവന്യൂ, അത് കംപ്ലീറ്റ്ലി ആരെ റവന്യൂ ആയിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഗവൺമെൻറ്റിൻ്റെ ആയിരിക്കും. ദെൻ ലിറ്റിൽ സ്കോപ്പ് ഓഫ് മിസ്യൂസ് ഓഫ് ഫണ്ട്സ് അല്ലേ, ഫണ്ട് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഫണ്ട് മിസ്യൂസ് ചെയ്യാനുള്ള സ്കോപ്പ് വളരെ കുറവായിരിക്കും. അത്രയാണ് അതിൻ്റെ മെറിറ്റ്സ് പറയുന്നത്. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സ് എന്തൊക്കെയായിരിക്കും? ഇറ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ബ്യൂറോക്രസി അല്ലേ, നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ അതിന് ഇൻഫ്ലുവൻസ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു ബ്യൂറോക്രസി ഇൻഫ്ലുവൻസ് ആയിരിക്കും അതിനുണ്ടായിരിക്കുക. ദെൻ എക്സെസീവ് പാർലമെൻ്ററി കൺട്രോൾ ഉണ്ടായിരിക്കും. ലാക്ക് ഓഫ് പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ് അല്ലേ, അത് ഒരു വലിയ ലിമിറ്റേഷൻസ് തന്നെ പറയാൻ പറ്റില്ല. ദെൻ ലാക്ക് ഓഫ് എന്താണ് ഫ്ലെക്സിബിലിറ്റി കുറയ്ക്കുന്നത്, അതായത് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ലോ പ്രൊസീജിയേഴ്സ് പ്രകാരം നമുക്ക് അതിൽ എന്തും ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ, അപ്പോൾ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി എപ്പോഴും എന്തായിരിക്കും? കുറവായിരിക്കും. ഇതിന് ഇൻഎഫിഷ്യൻറ്റ് ഫങ്ഷനിങ് ആയിരിക്കാം. അത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ലിമിറ്റേഷനിൽ വരുന്നത്. ദെൻ എന്താണ് സെക്കൻഡ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത്? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ ടൈപ്സ് ആണ് ഈ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Statutory corporation refers to such organization which are incorporated under the special acts of parliament or state legislative assemblies. It is management pattern. It powers and functions of the areas of activity, rules and regulations for its employees and relationship with the government departments etc. അതായത് ഒരു എന്താ പറയുക, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു പാർലമെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൻ്റെ പ്രകാരമായിരിക്കും ഗവൺമെൻറ്റിൽ വരുന്ന കമ്പനീസാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. അതിലെങ്ങനെയായിരിക്കും എക്സാമ്പിൾസ് നോക്കാം? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേറ്റീവ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതായത് ഗവൺമെൻറ് ആയിരിക്കാം അതുണ്ട്, പക്ഷെ എന്നാലും അതിൽ കുറച്ചുകൂടി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടൽ, അതായത് പാർലമെൻറ്റ് ലെജിസ്ലേറ്റീവിലെ ഒരു ഇടപെടലും കൂടി ഉണ്ട്. കുറച്ചുകൂടി ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സിനേക്കാളും കുറച്ചും കൂടി ഒരു ഇതുള്ളതായിരിക്കാം. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അതൊരു ആക്ട് പ്രകാരമാണ്, ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരമായിരിക്കും അത്തരം കോർപ്പറേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് കോർപ്പറേറ്റ് ഉണ്ട് സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെൻറ്റ് ഓർ സ്റ്റേറ്റ് പാർലമെൻറ്റ് ആക്ടോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ആക്ടോ പ്രകാരമായിരിക്കും എന്തെന്ന് പറയുന്നത് ഇത്തരം സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് ഒക്കെ നമ്മൾ ഫോം ചെയ്യുന്നത്. പിന്നെ എന്താണ് അതിൽ പറയുന്നത്? സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ആയിരിക്കും അതിനുണ്ടായിരിക്കും അല്ലേ. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മൾ ബാങ്കിങ് സിസ്റ്റം ഒക്കെ പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു എന്താ പറയുക എക്സിസ്റ്റൻസ് ആയിരിക്കും അതിനുണ്ടായിരിക്കാം. അതേപോലെ എന്താണ് ഇറ്റ് ക്യാപിറ്റൽ ഇസ് ഓൺലി പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെൻറ്, മൊത്തത്തിൽ ഗവൺമെൻറ് ആയിരിക്കും അതിൻ്റെ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെന്താണ് എക്സ്പേർട്ട് മാനേജ്മെൻ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇൻറ്റേർണൽ ഓട്ടോണമി ഉണ്ടാവും. റെസ്പോൺസിബിൾ ടു പാർലമെൻറ്റ് അല്ലെ, പാർലമെൻറ്റുമായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കാം. ഇതിന് ഈസി ടു റേസ് ഫണ്ട്സ് ആണ് ഇതിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ് അല്ലേ, കംപ്ലീറ്റ്ലി ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് എന്തിലുണ്ടായിരിക്കും? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് കമ്പനീസിലുണ്ടായിരിക്കും. ദെൻ എന്താണ് ഇഗ്നോറിങ് കൊമേഴ്ഷ്യൽ അപ്രോച്ച് അല്ലേ, കൊമേഴ്ഷ്യൽ അപ്രോച്ചസ് പൊതുവേ എന്തായിരിക്കും ഇഗ്നോർ ചെയ്തിട്ട് പോകും. ലാസ്റ്റ് വണ്ണാണ് എന്താണ് ഗവൺമെൻറ് കമ്പനീസ്. മൂന്നാമത്തെ ഒരു പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആണ് ഗവൺമെൻറ് കമ്പനീസ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് കമ്പനീസിൽ എന്താ നമ്മളൊരു 51 നേരത്തെ പറഞ്ഞു 51 ഓർ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഷെയർസ് ഹെൽഡ് ചെയ്യുന്നത് ആരായിരിക്കും? ഗവൺമെൻറ് ആയിരിക്കും. അങ്ങനെ സ്ഥാപിക്കുന്ന കമ്പനീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗവൺമെൻറ് കമ്പനീസ് എന്ന് പറയുന്നത്.
അതായത് ഗവൺമെൻറ് കമ്പനീസ് ഇറ്റ് ഈസ് എ കമ്പനി ഇൻ വിച്ച് 51% or more of its capital is held by central and or state government is regarded as government company. These companies has registered under Companies Act. Government companies എപ്പോഴും എങ്ങനെയാണ്? കമ്പനീസ് ആക്ട് 1956. ഏതാണ് കമ്പനീസ് ആക്ട് വരുന്നത്? കമ്പനീസ് ആക്ട് 1956 പ്രകാരം ഫോം ചെയ്യുന്ന കമ്പനീസാണ് ഈ ഗവൺമെൻറ് കമ്പനീസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു 51% അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഷെയർസ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ എന്തായിരിക്കും ക്യാപിറ്റൽ ഹെൽഡ് ചെയ്യുന്ന ആളായിരിക്കും. അങ്ങനെ ഫോം ചെയ്യുന്ന കമ്പനീസാണ് എന്തെന്ന് പറയുന്നത്? ഈ ഗവൺമെൻറ് കമ്പനീസ് എന്ന് പറയുന്നത്. അണ്ടർ നമ്മൾ പറഞ്ഞു കമ്പനീസ് ആക്ട് പ്രകാരമാണ്. അതേപോലെ അതിന് എന്തായിരിക്കും? ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും. ദെൻ ആനുവൽ റിപ്പോർട്ട്സ് ഓഫ് ദ ഗവൺമെൻറ് കമ്പനീസ് ആർ റിക്വയർഡ് ടു പ്രസൻറ്റഡ് ബൈ പാർലമെൻറ്റ്. അല്ലെ, അത്തരം കമ്പനീസിൻ്റെ ആനുവലി റിപ്പോർട്ട്സ് നമ്മൾ പാർലമെൻറ്റിൽ എപ്പോഴും എന്ത് ചെയ്യണം? പ്രസൻറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെന്താണ്? Its employees are not civil servants. It regulates its personal policies according to articles of associations. Okay. Then എന്താണ്? അതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ദെൻ മെറിറ്റ്സ് ഓഫ് ഗവൺമെൻറ് കമ്പനീസ് എന്താണ്? സിംഗിൾ പ്രൊസീജിയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അതിൻ്റെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ പ്രൊസീജിയേഴ്സ് വളരെ സിമ്പിളായിരിക്കും. ദെൻ എഫിഷ്യൻറ്റ് വർക്കിംഗ് ഓൺ ബിസിനസ് ലൈൻസ് ആണ്. ദെൻ എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരിക്കും. ഓക്കെ, അതൊക്കെയാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്? ഗവൺമെൻറ് കമ്പനീസിൻ്റെ മെറിറ്റ്സ് ആയിട്ട് പറയുന്നത്. ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ലാക്ക് ഓഫ് ഇനീഷ്യേറ്റീവ്. അല്ലേ, ഗവൺമെൻറ് കമ്പനീസ് തന്നെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇനീഷ്യേറ്റ് തുടങ്ങാനുള്ളൊരു സമയം ഭയങ്കര ടൈം എടുക്കും. ദെൻ ലാക്ക് ഓഫ് ബിസിനസ് എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ ചേഞ്ച് ഇൻ പോളിസി. അല്ലെ, പോളിസീസും മാനേജ്മെൻറ്റും ഒക്കെ മാറുന്നതിനനുസരിച്ച് അതിലൊരു ചേഞ്ച് എപ്പോഴും ഓരോ സമയത്ത് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നതും അതിൻ്റെ എന്താണ്? ഒരു ലിമിറ്റേഷൻ ആയിട്ടാണ് പറയുന്നത്. അത്രയും കാര്യങ്ങളാണ് ഈ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് കൊണ്ട് പറയുന്നത്. ഓക്കെ, പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് എന്താണെന്ന് നമ്മൾ നോക്കി. ഗവൺമെൻറ് കമ്പനീസ് ഗവൺമെൻറ്റിൻ്റെ ഇതിൽ വരുന്നതാണ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്. ക്യാപിറ്റൽസ് നോക്കി. ദെൻ ടൈപ്സ് ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആണ് നമ്മളിപ്പോൾ പഠിച്ച 3 കാര്യങ്ങൾ. ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സും സ്റ്റാറ്റ്യൂട്ടറി കമ്പനി കോർപ്പറേഷൻ ആൻഡ് ഗവൺമെൻറ് കമ്പനീസ്. ഓക്കെ.